അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നത് എന്താണ് എന്ന് നിങ്ങൾ വളരെ കൃത്യമായി അനലൈസ് ചെയ്യണം. ആ ചിന്തകളുടെ നിരീക്ഷകനായി നിങ്ങൾ മാറണം. ഞാൻ പറഞ്ഞു വളരെ ഏഹ്, ഈ ആലോചനയുടെയും യോജനയുടെയും പ്രത്യേകത അതാണ്. ആലോചന എന്ന് പറഞ്ഞാൽ ഇച്ചിരി നീണ്ട ചിന്ത. അതൊരു മണിക്കൂറിൽ 6 വരും. ചിലപ്പോൾ 60 വരെയോ. ചെറിയ കുഞ്ഞി 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 ചിന്തകൾ. അത് 600 വരും. ചിലപ്പോൾ 6000 വരെ ആകാം. ഒരു ദിവസം മുതൽ, ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 600 വലിയ ചിന്തകൾ മുതൽ 6000 വരെയുള്ള വലിയ ചിന്തകൾ, 60,000 വരെയുള്ള ചെറിയ ചിന്തകൾ എന്നാണ് സൈക്കോളജി പറഞ്ഞത്. ഇതെല്ലാം തന്നത് നിങ്ങൾ തെളിയാൻ വേണ്ടിയിട്ടാണ്. നല്ല വാക്കുകൾ, നല്ല കർമ്മങ്ങൾ, നല്ല ചിന്തകൾ. നിങ്ങൾ എന്താണ് നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ ചിന്തിക്കുന്നത്? നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ നിങ്ങൾ ഈ രക്ഷിതാവിനെ കുറിച്ചാണോ ചിന്തിക്കുന്നത് എന്ന് നിങ്ങൾ നോക്കുക. തിങ്ക് അബൌട്ട് ഫിലോസഫി. ഞാൻ എന്തിനു വന്നു? എന്താണ് ഈ ലോകം? പുതുതായി എന്താണ് കാണുന്നത്? അതറിയാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര മുഴുവൻ. നിസ്സാര കളിയല്ലിത്. ആർക്ക് ഉത്തരം നൽകാൻ കഴിയും ഈ ഭൂമിയിൽ? ഏത് ശാസ്ത്രത്തിന് ഉത്തരം നൽകാൻ കഴിയും? ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു, കോടാനുകോടി ഗാലക്സികൾ, മനുഷ്യ ബുദ്ധിക്ക് ചിന്തിക്കാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള ദൂരങ്ങൾ, വിവിധ പ്ലാനറ്റുകൾ. അതിലൊരു 1-ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ 2-ാം ക്ലാസ്സിലോ മാക്സിമം ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി, ഒരു മനുഷ്യൻ 100 വയസ്സ് വരെ ഇവിടെ ജീവിച്ചാകുന്നുള്ളൂ. അവൻ എത്ര ശാസ്ത്രം പഠിച്ചാലും. അതിനപ്പുറം എന്തുണ്ട് എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ സാധനകളുടെയും ക്ഷമകളുടെയും ഈ വഴികളല്ലാതെ വേറൊന്നുമില്ല. വേറൊന്നുമില്ല. വേറൊരു മാർഗമില്ല. സകല വഴികളിലൂടെയും സഞ്ചരിച്ച ഒരാൾ എന്നുള്ള നിലയിൽ എനിക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്, വേറൊരു മാർഗമില്ല. മിസ്റ്ററി ഓഫ് എക്സിസ്റ്റൻസ് നോക്കിയിട്ടാണ് നമ്മുടെ ജീവിതം. അത് അന്വേഷിച്ചാണ് നമ്മൾ ഇത്രയും കാലം പോയത്. നമ്മുടെ മുന്നിൽ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഈ ശാസ്ത്രം വച്ചുള്ള കളിയും അല്ലെങ്കിൽ ഈ മനസ്സിന്റെയും മൈൻഡ് പവറിന്റെയും ഒക്കെ കളി നമ്മുടെ മുമ്പിൽ വളരെ നിസ്സാരമാണ്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതെല്ലാം കഴിഞ്ഞു വന്നവരാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ അതെല്ലാം കഴിഞ്ഞു വന്നവരാണ്. ബാക്കിയുള്ളവരൊക്കെ ഇപ്പോഴും പഠിക്കുന്നേ ഉള്ളൂ. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞു വന്നവരാണ്. ഞാൻ പറഞ്ഞു, ഈ സീക്രട്ട് നിങ്ങൾക്ക് അറിയാമോ? ആർക്കെങ്കിലും ഈ സീക്രട്ട് അറിയാമെങ്കിൽ പിന്നെ മനുഷ്യ ജീവിതത്തിന്റെ ആവശ്യമില്ല. മനുഷ്യന്റെ അന്വേഷണം തന്നെ ആ സീക്രട്ടിലേട്ടാണ്. എന്താണ് മരിച്ചു പോകുന്നത്? എന്താണ് ഒരു കാരണവുമില്ലാതെ ജനിക്കുന്നത്? ഈ ജനനം തിരഞ്ഞെടുക്കാൻ എനിക്ക് അവകാശമില്ലാത്തത് എന്തുകൊണ്ടാണ്? പണക്കാരനായും പാവപ്പെട്ടവനായും ഒരേ സമയത്ത് കുട്ടികൾ ജനിക്കുന്നത് എന്തുകൊണ്ടാണ്? ചില കുട്ടികൾക്ക് ജനിക്കുമ്പോൾ തന്നെ വൈകല്യങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചില കുട്ടികൾക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ചിലർ അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ്? ചിലർ സന്തോഷമായിട്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോഴാണ് ഞാൻ ഇന്നലെ പറഞ്ഞത് എനിക്ക് മനസ്സിലായത്. ഒരു യാത്രയിൽ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് അത്. ഈ പ്രപഞ്ചം ഒരു ഗ്രാവിറ്റേഷണൽ ഫോഴ്സിലൂടെ എന്നെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനാണ് ബലം പിടിച്ച് നിൽക്കുന്നത്. ആ ദൈവം അല്ലെങ്കിൽ ആ ഈശ്വരൻ അല്ലെങ്കിൽ ആ ശക്തി, ആ സത്യം അതിശക്തമായ സ്പീഡിൽ ഇതിനെ ഇങ്ങനെ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നോക്ക്, ഓരോ നിമിഷവും പുതിയതാണ് ഈ ഭൂമിയിൽ. ഓരോ നിമിഷവും പുതിയതാണ്. ഒരു ഒരു നിമിഷം പോലും പിന്നീട് റിപ്പീറ്റ് ചെയ്തു വരുന്നില്ല. ഭൂമി അത്ര സ്പീഡിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ സ്ഥലങ്ങളിലേക്ക്. ഒരു തവണ റൊട്ടേറ്റ് ചെയ്ത സ്ഥലത്ത് വീണ്ടും വരുന്നില്ല.
അത്ര ഫാസ്റ്റായി. ഞാൻ അതാണ് ഇന്നലെ നിങ്ങളോട് ഇന്നലെ അഡ്വാൻസ് ക്ലാസ്സിൽ പറഞ്ഞത്. ആ രഹസ്യം, ആ രഹസ്യം കണ്ടെത്താൻ തുടങ്ങുന്ന ആ സ്പീഡിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് ഈ വൈബ്രേഷനും ഈ സമാധാനവും സന്തോഷവും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യണത്. നമ്മളിപ്പോഴും ശാസ്ത്രത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്ന് നമ്മളെ റിപ്പയർ ചെയ്യാൻ നോക്കുവാണ്. നമ്മളെ റിപ്പയർ ചെയ്യാൻ നോക്കുവാണ്. നമ്മളെ റിപ്പയർ ചെയ്യേണ്ടത് ശരീരത്തിന് പുറത്ത് നിന്നിട്ടാണ്. ജീവിതം എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? ജീവിതം എന്തുകൊണ്ട് ആവർത്തിക്കുന്നു? സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എങ്ങനെ ആരംഭിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ രഹസ്യങ്ങളെല്ലാം നമ്മള് നമ്മൾ കടന്നു പോകുന്നതാണ്. കടന്നു പോകുന്നതാണ്. വലിയ യൂട്യൂബ് ചാനലൊക്കെ വെച്ച് യൂട്യൂബിന്റെ സിൽവർ ബട്ടണൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ആ ചാനൽ തന്നെ ഇല്ലാതായി പോയി. നിങ്ങൾ ഈ പറയുന്ന ശാസ്ത്രവും ഈ ഇന്റലിജൻസ് ഒക്കെ ഒരുപാട് പഠിച്ചിട്ടാണ് ഈ അടുത്ത സ്റ്റെപ്പിലോട്ട് പോണത്. സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യം എങ്ങനെ ആരംഭിക്കുന്നു? അതൊന്നും സ്വാതന്ത്ര്യമല്ല എന്ന് മനസ്സിലായി. അതെല്ലാം മനുഷ്യനെ കൊടുക്കാനുള്ള, മനുഷ്യന്റെ ഡേറ്റ കളക്ട് ചെയ്യാനുള്ള, മനുഷ്യൻ എന്താണ് ബിസിനസ്സാണ്. നിങ്ങൾ എന്തെടുത്താലും അതിനകത്ത് നിങ്ങളുടെ ബിസിനസ് ഉണ്ട്. അത് നിങ്ങൾ റീഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന എല്ലാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെങ്കിലും ശരി, നിങ്ങളുടെ സോഷ്യൽ മീഡിയാസ് ആണെങ്കിലും ശരി, എല്ലാം നിങ്ങളെ വായിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളാണ് സത്യം. നിങ്ങൾ എന്ന സത്യത്തെ അവർ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം നിങ്ങളെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം ഇഷ്ടമുള്ള സമയത്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് കാണിച്ചു തരികയാണ്. അത് തന്നെയല്ലേ അന്ന് പഴയ കാലത്ത് പറഞ്ഞത്, നിങ്ങളുടെ മുമ്പിൽ എന്താണോ ആവശ്യം അത് കൊണ്ടുവന്ന് തരൂന്ന്. അന്ന് ഇതാരും വിശ്വസിച്ചില്ല. പിന്നെ അങ്ങനെ എങ്ങനെയാ വന്നെ എന്ന് ചോദിച്ചു. ഇപ്പൊ വന്നില്ലേ എല്ലാം. നിന്റെ ഷർട്ട് എത്രത്തോളം പഴകി, നിനക്ക് അടുത്ത ഷർട്ട് വാങ്ങാറായോ എന്ന് നിന്റെ മൊബൈലിന് അറിയാം. അതൊന്നും വലിയ അത്ഭുതമല്ല. അതൊന്നും അത്ഭുതമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നേയില്ല. സ്വാതന്ത്ര്യം യഥാർത്ഥത്തിൽ എങ്ങനെ ആരംഭിക്കുന്നു എന്ന ഒരു അന്വേഷകനെ മനസ്സിലാകുമ്പോൾ മാത്രമാണ് സ്വാതന്ത്ര്യം തുടങ്ങുന്നത്. എന്തിനീ ഭൂമിയിൽ വന്നു? ഒരു കാരണവുമില്ലാതെ എന്തിനാണ് ഈ അനുഭവം അനുഭവിക്കുന്നത്? എന്താണ് ഒരു ചക്രത്തിലാണല്ലോ പോകുന്നത്. എത്രയൊക്കെ നിഷേധിച്ചാലും വീണ്ടും വീണ്ടും ഒരു ചക്രത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തുകൊണ്ട് ജീവിതത്തിൽ വീണ്ടും 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 ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു? അതാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യത്യസ്ത ആളുകൾ, വ്യത്യസ്ത സ്ഥലങ്ങൾ, വ്യത്യസ്ത വർഷങ്ങൾ, എന്നാലും വേദന ഒരേ പാറ്റേൺ, ഒരേ പാഠങ്ങൾ. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? അവിടെയാണ് ഞാൻ പറയുന്നത്, നിങ്ങളുടെ കർമ്മം എന്ന് പറയുന്നത് ശിക്ഷയല്ല. ഒരിക്കലും ശിക്ഷയല്ല. നിങ്ങൾ അതുകൊണ്ട് വാ. എത്ര വലിയ കർമ്മം ചെയ്ത ഒരാളും വാ. എത്ര വലിയ പാപിയും കടന്നു വരൂ. നിങ്ങൾ കൊടും ക്രൂരതയും കൊടും പാപവും ചെയ്തവരാണെങ്കിലും കടന്നു വരൂ. കർമ്മം ശിക്ഷയല്ല. കർമ്മം പൂർത്തിയാകാത്ത അവബോധമാണ്. നിങ്ങൾ പറയുന്ന അവയർനെസ് അല്ല ഈ അവയർനെസ്. ഇത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ പൂർത്തിയാകാത്ത അവയർനെസിന്റെ ഭാഗമാണ് നിങ്ങളുടെ ചക്രങ്ങൾ, നിങ്ങളുടെ ഒരേ വേദനകൾ, ഒരേ പാറ്റേണുകൾ, ഒരേ പാഠങ്ങൾ. അത് തിരുത്താമെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ വിധി വേറെ വല്ലവരും അല്ല നിശ്ചയിക്കുന്നത്, മനുഷ്യന്മാരെ. നിങ്ങളുടെ വിധി നിശ്ചയിക്കുന്നത് വേറെ വല്ലവരും അല്ല. നിങ്ങളുടെ ഈ പാഠം ആവർത്തിച്ചു കൊണ്ടിരിക്കും, ബോധം പൂർത്തിയാകുന്നത് വരെ. അവബോധം പൂർത്തിയാകുന്നത് വരെ
ബുദ്ധി എന്ന പാഠം നിങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും, ഇല്ലെങ്കിൽ വിട്ടിട്ട് വാ. ദൈവമല്ല തീരുമാനിക്കുന്നത്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അത്ര സ്വാതന്ത്ര്യമാണ് ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തതല്ലേ? നിങ്ങളുടെ പ്രവൃത്തി ആ അവബോധത്തിലേക്ക് കടക്കുമ്പോൾ സമാധാനം തന്നെ വരുന്നത് അങ്ങനെയാണ്. അല്ലാതെ അത് ഏതെങ്കിലും ഒരു ഹോർമോൺ കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം കൊണ്ടോ അത് നിങ്ങൾ ബൂസ്റ്റ് ചെയ്തുണ്ടാക്കേണ്ടതല്ല. ലെറ്റ് ഇറ്റ് ഫ്രീ. ആ വലിച്ചു കൊണ്ടുപോകുന്ന സത്യത്തിലേക്ക് നിങ്ങൾ കൂളായിട്ടൊന്ന് നിന്ന് കൊടുത്തേ. ഞാൻ ഒരുപാട് പിടിച്ചു നിന്നിട്ടുണ്ട്. പിടിച്ചു നിൽക്കുമ്പോൾ ശരീരം പൊള്ളും. ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ വൈബ്രേറ്റ് ചെയ്ത് അങ്ങോട്ട് പൊക്കോളും. അത് പോവാനുള്ള ശക്തി നേടും. നിങ്ങൾ ഇനിയിപ്പോ എന്തൊക്കെ കാണിച്ചാലും ആ വഴി പോയേ പറ്റൂ അല്ലേ മനുഷ്യന്? ആ, എത്രയൊക്കെ കാണിച്ച് എത്രയൊക്കെ കോടികൾ സമ്പാദിച്ചാലും എത്രയൊക്കെ മക്കളെ ഇത് ചെയ്താലും മക്കളെ വളർത്തിയാലും എന്തൊക്കെ സംഭവിച്ചാലും ഈ വഴി പോയേ പറ്റൂ. കർമ്മം എന്നത് വിധിയല്ല. നിങ്ങൾ വിധിയെ പഴിച്ചിരിക്കല്ലേ. അത് ചലനത്തിനുള്ള ഒരു ഓർമ്മയാണ്. അത് ചലിക്കാനുള്ള ഒരു ഓർമ്മയാണ്. ആദ്യം നിങ്ങളത് മനസ്സിലാക്ക്. അബോധാവസ്ഥയിലുള്ള നിങ്ങളുടെ ഓരോ പ്രതികരണവും അബോധാവസ്ഥയിലുള്ള നിങ്ങളുടെ ഓരോ പ്രതികരണവും നിങ്ങളുടെ ഉള്ളിൽ വലിയ മുറിവുകൾ സൃഷ്ടിക്കും. ആ മുറിവ് സമാനമായ സാഹചര്യങ്ങളെ വീണ്ടും വീണ്ടും പിടിച്ച് വലിച്ച് നിങ്ങളിലേക്ക് കൊണ്ടുവരും. അവിടെ കിടന്ന് നിങ്ങൾ അതുമായി യുദ്ധം ചെയ്യും. നിങ്ങൾക്ക് ഫ്രീ പോകാൻ പറ്റൂല. നിങ്ങളുടെ പ്രശ്നങ്ങളുടെ എല്ലാം കാരണം അതാണ്. സകല ബുദ്ധിമുട്ടുകളുടെയും കാരണം വിധിയല്ല. നന്മ തിന്മകളുടെ വൃക്ഷത്തിൽ നിന്നും നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ് പ്രശ്നം. നിങ്ങൾ ജീവന്റെ വൃക്ഷത്തെ കാണാത്തതാണ് പ്രശ്നം. നിങ്ങളുടെ ജീവിതത്തിലെ കർമ്മം എന്ന് പറയുന്നത് വൈകാരികമായ ശീലമാണ്. ഇമോഷണൽ ആയിട്ടുള്ള ശീലങ്ങൾ, നിങ്ങളുടെ മാനസികാവസ്ഥ, നിങ്ങളുടെ ഐഡന്റിറ്റിയുടെ ആസക്തി. ഞാൻ ഇന്ന ആളായിരിക്കണം എന്ന ആസക്തി, പരിഹരിക്കപ്പെടാത്ത നിങ്ങളുടെ ഒരു വിഷമം ഉണ്ടാവും നിങ്ങളുടെ ഉള്ളില്. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്ക്. പരിഹരിക്കപ്പെടാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ ഉള്ളിലുണ്ടാകും. അതാണ് നിങ്ങളുടെ കർമ്മം. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളല്ല. വൈകാരികമായ ഒരു ശീലം അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ ചിലപ്പോൾ ദേഷ്യത്തിന്റെ ഭാവത്തിലായിരിക്കും, മറ്റുള്ളവരോടായിരിക്കും ദേഷ്യപ്പെടുക ആ വിഷമം കൊണ്ട്. അല്ലെങ്കിൽ സങ്കടമായിരിക്കും, വലിയ സങ്കടം. എപ്പോഴും കരച്ചില്, എന്ത് പറഞ്ഞാലും കരച്ചില്, എന്ത് വിഷമം ഉണ്ടായാലും കരച്ചില്. വീണ്ടും വീണ്ടും അതേ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. എന്ത് ബിസിനസ് ചെയ്താലും ശരിയാവില്ല, എന്ത് ജോലി ചെയ്താലും ശരിയാവില്ല. അതേ പാറ്റേൺ, മാനസികപരമായ അവസ്ഥ. അപ്പോഴൊക്കെ ഐഡന്റിറ്റി, ഞാൻ സമൂഹത്തിൽ വലിയ പുള്ളിയാണ് എന്ന ഐഡന്റിറ്റി, ഞാൻ വലിയ പുള്ളിയാണ്, എന്നോട് എല്ലാവരും വലിയ ബഹുമാനത്തോടെ സംസാരിക്കും, എനിക്ക് വലിയ അറിവാണ്, ഞാൻ വലിയ ശാസ്ത്രജ്ഞനാണ്. ഞാൻ ഓപ്പൺ ആയിട്ടല്ലേ പറയണത്. ഒരു ബുദ്ധിയില്ല, ഒരു അറിവുമില്ല. ഐഡന്റിറ്റിയുടെ ആസക്തി. ഇതോടൊപ്പം പരിഹരിക്കപ്പെടാത്ത ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ പൂർത്തിയായി. പൂർത്തിയായി. പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം, ഒരു എക്സ്പീരിയൻസ്, കുടുംബത്തില്, വീട്ടില്, അല്ലെങ്കിൽ സ്വന്തക്കാരില്, അല്ലെങ്കിൽ സ്വന്തപ്പെട്ടടുത്ത്, മക്കളില് പരിഹരിക്കപ്പെടാത്ത ഒരു പ്രശ്നം തീർന്നു. കർമ്മം പൂർത്തിയായി. അതിൽ കിടന്നിട്ട് കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ഇത് കാരണമല്ല ശരിക്കും കഷ്ടപ്പെടുന്നത്. കർമ്മം കാരണമല്ല. നിങ്ങൾ കാണാത്ത ചില പാറ്റേണുകൾ കാരണം നിങ്ങൾ കഷ്ടപ്പെടുകയാണ്. തലയിലെഴുത്തൊന്നും ഇല്ല. തലയിലെഴുത്ത് നിങ്ങൾ തന്നെ എഴുതി വച്ചിരിക്കുന്നതാണ്.
തലയിലെ എഴുത്ത് നിങ്ങളാണ് എഴുതിയത്. അതിന്റെ സൃഷ്ടാക്കൾ നിങ്ങളാണ്, സൃഷ്ടാവ് നീയാണ്. ആ നിങ്ങൾ കാണാത്ത ചില പാറ്റേണുകൾ കാരണം നിങ്ങൾക്ക് അതായത് ഒരു ഒരു ചുരുളിക്കകത്ത് നിങ്ങൾ പെട്ടിരിക്കുകയാണ്. ആ ചുരുളിക്ക് പുറത്തേട്ട് ചില പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ നിങ്ങൾ കാണുന്നില്ല. അത് കാണുന്നത് വരെ ഈ യാത്ര നിങ്ങൾക്ക് ആവശ്യമാണ്. അത് നിങ്ങൾ സ്വയം കാണും. ആ കാണുന്നത് വരെ നിങ്ങൾക്ക് ഈ യാത്ര ആവശ്യമാണ്. ഈ സാഹചര്യങ്ങൾ, ഈ കർമ്മം, നിങ്ങൾ ഈ ചുരുളിക്കകത്ത് എന്തുകൊണ്ട് പെട്ടുപോകുന്നു ഈ പ്രശ്നങ്ങളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർമ്മം ആവർത്തിക്കുകയാണ്. അവബോധം ഇല്ലായിരുന്നു. വികാരം അടിച്ചമർത്തപ്പെട്ടു. എല്ലാ വികാരങ്ങളും അടിച്ചമർത്തപ്പെട്ടു. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നിങ്ങൾക്ക് പാട്ട് പാടണമെന്നുണ്ടായിരുന്നു, ചില സമയത്ത് പറ്റിയിട്ടില്ല. ഡാൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് പുറത്തിറങ്ങി എല്ലാവരോടും സംസാരിക്കണമെന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ വലിയ വലിയ കളികൾ കളിക്കണമെന്നുണ്ടായിരുന്നു, ഒരുപാട് കൂട്ടുകാരോടെ കളിക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ചെറുപ്പത്തിൽ സിനിമ കാണാൻ പോകണമെന്നുണ്ടായിരുന്നു, പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് കൂട്ടുകാരോടൊപ്പം കളിക്കാൻ പോകണമെന്നുണ്ടായിരുന്നു, പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. കാരണം ആ കർമ്മം വീണ്ടും വീണ്ടും എങ്ങനെയോ കാരണം നിങ്ങൾക്ക് അറിയില്ല എന്തുകൊണ്ട് ഇവിടെ വന്നു എന്നുള്ളത്. നിങ്ങൾ മറുവശത്തേട്ടാണ് അട്രാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അട്രാക്ഷൻ പുൾ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അട്രാക്ഷൻ പുൾ അത്ര സ്ട്രോങ് ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലേട്ടാണ് അട്രാക്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് അവബോധം ഉണ്ടാകില്ല. വികാരങ്ങളെ അടിച്ചമർത്തപ്പെടും. സത്യത്തെ നിങ്ങൾ ഒഴിവാക്കി നിർത്തും. ഉത്തരവാദിത്തത്തെ നിങ്ങൾ ബാഹ്യവൽക്കരിക്കും. നിങ്ങൾ മറ്റുള്ളവരിലേക്ക് നോക്കും. അവിടെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾക്കത് ചെയ്യാൻ പറ്റൂല. ഞാൻ ഈ പറയുന്ന സംഭവം ഒരു 10 വർഷം മുമ്പ് അല്ലെങ്കിൽ 15 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ ഇത്രയും പോലും മനസ്സിലാവില്ല. ഏതോ ഒരു മുഴുവട്ടൻ എന്നോട് പറഞ്ഞേനെ. ഇപ്പോഴായതുകൊണ്ടാണ് ഇത്രയും പേർക്കെങ്കിലും മനസ്സിലാവണത്. നിങ്ങളുടെ ഈ പറയുന്ന ഈ പണ്ഡിതന്മാരും ഈ പറയുന്ന ആളുകളും എല്ലാം ചേർന്ന് അവബോധത്തെ അടിച്ചമർത്തി. അവബോധം ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ചർച്ച തന്നെ ഉണ്ടായിരുന്നില്ല. ഇന്നല്ലേ സമർപ്പണവും സറണ്ടറും ഇപ്പൊ നമ്മൾ പറഞ്ഞു തുടങ്ങിയതിന് ശേഷമല്ലേ ഇതൊക്കെ പറയാൻ തുടങ്ങിയത്. അവബോധം എന്ന് പറയുന്ന ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഇത്രയും ഡീപ്പായ ചർച്ച എന്നുണ്ടായിട്ടുണ്ട്, ഡിസ്കഷൻ. ആൾ ദൈവങ്ങൾ ഒരുപാട് വന്നിരുന്നിട്ടുണ്ട്. ഡിസ്കഷൻ എവിടെ ഉണ്ടായിട്ടുണ്ട്? ഒന്നുമില്ല, ഉണ്ടായിട്ടില്ല. നിങ്ങളുടെ വികാരങ്ങളെ മുഴുവൻ അടിച്ചമർത്തപ്പെട്ടിട്ടുണ്ട്. അതൊന്നും സത്യമല്ല, ഒന്നും തെറ്റുമല്ല. അതൊക്കെ ഇനി പറയാൻ പോണേ ഉള്ളൂ. അതൊക്കെ ഇനി വരാൻ പോണേ ഉള്ളൂ, അതിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ വരാൻ പോണേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. നിങ്ങൾ വിചാരിക്കും ഇതല്ല ഒന്നും ആയിട്ടില്ല. കാലം, സമയം എല്ലാത്തിനെയും വെളിപ്പെടുത്തി തരും. അത് ആഗ്രഹിക്കുന്നവന്റെ മുന്നിൽ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ഭൂമിയിൽ ബിയോണ്ട് ദ ലിമിറ്റ്, ബിയോണ്ട് ദ റൂൾസ് ആണെന്ന്. അപ്പോഴേ നിങ്ങളുടെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓടിപ്പോയാൽ കർമ്മം അവസാനിക്കൂല. കർമ്മത്തിൽ നിന്ന് ഓടിപ്പോകാൻ പറ്റൂല. ആളുകളെ മാറ്റിയാലും കർമ്മം അവസാനിക്കൂല. ബോഡി മാറ്റിയാലും കർമ്മം അവസാനിക്കില്ല. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഓടി രക്ഷപ്പെടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധനത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂല. ഈ ചുരുളിക്കകത്ത് നിന്ന് ഓടി രക്ഷപ്പെടാൻ പറ്റൂല. ബോഡി മാറ്റി നിങ്ങൾ വന്നാലും രക്ഷപ്പെടാൻ പറ്റൂല. ബോഡി മാറ്റി, ചുരുളി, ബോഡി മാറ്റി നിങ്ങൾ വന്നു നോട്ടിക്കോ, രക്ഷപ്പെടാൻ പറ്റൂല. നിങ്ങൾ മനസ്സിലാക്കലാണ് നിങ്ങൾ അവസാനിപ്പിക്കുന്നത് ആ ചക്രത്തിൽ നിന്ന്. മനസ്സിലാക്കൽ, അറിയൽ. അറിവ് നേടലല്ല, അറിയൽ.
വ്യക്തമായി നിങ്ങൾ നിങ്ങളെ കാണുന്ന നിമിഷം ആ ലൂപ്പായി. ലൂപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടും. മനസ്സിലാക്കൽ, മനസ്സിലാക്കൽ, അറിയൽ, അറിവല്ലാട്ടോ. സിമ്പിൾ. വെരി സിമ്പിൾ, വെരി സിമ്പിൾ. എസ്കേപ്പ്, എസ്കേപ്പ്. രക്ഷപ്പെട്ടോ, രക്ഷപ്പെട്ടോ. ഇത് നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ ഉള്ളിലിട്ട് ഊതിക്കാച്ചി പൊന്നാക്കുന്നുവോ അത്രത്തോളം രക്ഷപ്പെടാനുള്ള മാർഗം നിങ്ങളുടെ മുന്നിലേട്ട് നിങ്ങളുടെ മുമ്പിലുള്ള ആളിലൂടെ തന്നെ തെളിയും. അതാരാണെങ്കിലും ശരി. നിങ്ങൾ എത്രത്തോളം അത് ആഗ്രഹിക്കുന്നുവോ അത്രത്തോളം അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ, റൂൾസ്, റെഗുലേഷൻസ്, ബോർഡിംഗ് പാസ് എടുക്കൽ, എവിടെ പോയി നിൽക്കണം, എവിടെ കയറണം എന്നുള്ളത് നിങ്ങളുടെ മുമ്പിലുള്ള ആളിലൂടെ തന്നെ തെളിയും. നിങ്ങളുടെ ആത്മാർത്ഥതയാണ് അതിന്റെ വഴി. അപ്പോ നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലുള്ള ആളെ എങ്ങനെ കാണണമെന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യം വരും. ശത്രുവായി കാണണേ കണ്ടോളൂ, വ്യാജനായി കാണണേ കണ്ടോളൂ, കള്ളനായി കാണണേ കണ്ടോളൂ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. മായാജാലക്കാരനായി കാണി കണ്ടു, അതെല്ലാം നിങ്ങളുടെ ഇഷ്ടം. കർമ്മം തകരുന്ന ഒരേ ഒരു വഴിയേ ഉള്ളൂ. അത് ഋജുവായൊരു പാതയാണ്. അത് ഋജുവായൊരു പാതയാണ്. അതിന് വളവുകളില്ല, തിരിവുകളില്ല. പാരമ്പര്യങ്ങളിലുടനീളം നിഗൂഢതകൾ ഒരു സത്യത്തിൽ യോജിക്കുന്നുണ്ട്. നിഗൂഢതകൾ ഒരു സത്യത്തിൽ യോജിക്കുന്നുണ്ട്. കർമ്മം ഒരിക്കലും പ്രവർത്തനങ്ങളിലൂടെയല്ല, അവബോധത്തിലൂടെയാണ് അവസാനിക്കുന്നത്. അതാണ് കുംഭസാരം, അതാണ് തൗബ, അതാണ് പശ്ചാത്താപം. കർമ്മം ഒരിക്കലും പ്രവർത്തനത്തിലൂടെയല്ല അവസാനിക്കുന്നത്, നീ ചെയ്ത പ്രവൃത്തിയിലൂടെയല്ല. എന്നാൽ പശ്ചാത്താപവും കുംഭസാരവും ഈ പറയുന്ന തൗബയുമൊന്നും നാവ് കൊണ്ട് പറയുന്നതല്ല, അത് അവബോധമാണ്. പിന്നീട് ആവർത്തിക്കാതിരിക്കുന്ന, ഇനി ഒരിക്കലും ചെയ്യാത്ത, ഇനി എപ്പോഴും നല്ല മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ബോധം എന്ന് പറയുന്ന അവബോധമാണ്. അവയർനെസ്, അതാണ് യഥാർത്ഥ അവയർനെസ്. എന്നെ ഒന്ന് നോക്കണേ, എന്നെ ഒന്ന് നോക്കണേ എന്ന് പറഞ്ഞ് കരയലല്ല. എന്നെ ആരെങ്കിലും വന്നൊന്ന് കാണണേ, അതൊന്നുമല്ല. അത് ഏഞ്ചൽ സിനിമയിൽ ഞാൻ പറഞ്ഞില്ലേ, മോഹൻലാലിന്റെ ഒരു സിനിമ ഏഞ്ചലായിട്ട് വന്നത്, അതിനകത്തൊരു ഒരു ജഗതിയുടെ ക്യാരക്ടർ ഉണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തോ മൂസ എന്നാ പേര്. പുള്ളി ഭാര്യയായിട്ട് പിണങ്ങി നിൽക്കുകയാണ്. അപ്പൊ വലിയ പ്രശസ്തി കിട്ടാൻ വേണ്ടി പുള്ളി ഇങ്ങനെ ഓരോ ദിവസം ഓരോ നമ്പറായിട്ട് ഇറങ്ങും. അവസാനം വെള്ളത്തിൽ മുങ്ങി ഇങ്ങനെ ഫയർ എസ്കേപ്പ് പോലത്തെ ഒരു എസ്കേപ്പ് നടത്തി പുള്ളി വലയിൽ കുടുങ്ങി പോകുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് രക്ഷിച്ചു വിടുന്നുണ്ട്. ഏഹ് അങ്ങനെ പുള്ളി പെട്ടെന്ന് ഫേമസ് ആവും. അങ്ങനെയൊക്കെ ഫേമസ് ആവാൻ പറ്റുള്ളൂ. അതിന്റെ പിന്നിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഉം. അതാണ് മിറാക്കിൾ. അത് കാണുക പോലുമില്ല എന്താ സംഭവിച്ചതെന്ന്. കർമ്മം ഒരിക്കലും ഒരു പ്രവൃത്തിയിലൂടെയല്ല അവസാനിക്കുന്നത്, അത് അവബോധത്തിലൂടെയാണ് അവസാനിക്കുന്നത്. സൽക്കർമ്മങ്ങൾ കർമ്മത്തെ കൂടുതൽ മെച്ചപ്പെടുത്തുന്നു, ദുഷ്കർമ്മങ്ങൾ കർമ്മത്തെ കൂടുതൽ വഷളാക്കുന്നു. അവിടെ ബാലൻസിങ് ഇല്ലാതാവുകയാണ്. ഇന്നു മുതൽ നിങ്ങൾ
നിങ്ങൾ ഈ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആരും രക്ഷപ്പെടില്ല. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. കർമ്മം പ്രവർത്തനത്തിലൂടെയല്ല അവസാനിക്കുന്നത്. സൽക്കർമ്മങ്ങൾ കർമ്മത്തെ മെച്ചപ്പെടുത്തുന്നു, ദുഷ്കർമ്മങ്ങൾ കർമ്മത്തെ വഷളാക്കുന്നു. എന്നാൽ അവബോധം കർമ്മത്തെ ഇല്ലാതാക്കുന്നു. അതാ വെളിപ്പെടുത്തുന്നത് അവസാനിക്കുന്നു. അത് തന്നെ ആ കർമ്മത്തെ ലയിപ്പിച്ച് കളയുന്നു, അതിൽ ഇല്ലാതായി കളയുന്നു. അതാണ് ഇങ്ങോട്ട് കൊണ്ടുവരെ. നിങ്ങൾ എത്ര വലിയ തെറ്റ് പാപം ചെയ്തവരാണെങ്കിലും അത് ഒരു കൊട്ടയിൽ ചുമന്ന് ഇങ്ങോട്ട് കൊണ്ടുവരെ. ഇവിടെ നിങ്ങൾ ഒന്നും ചെയ്യണ്ട. എൻ്റെ അടുത്ത് ഒരു മാനിഫെസ്റ്റേഷൻ വേണ്ട, വിഷ്വലൈസേഷൻ വേണ്ട, അഫർമേഷൻ വേണ്ട, ഒന്നും വേണ്ട. നിങ്ങൾ എൻ്റെ കൂടെ കുറച്ച് ദിവസം ഇരുന്നാൽ മാത്രം മതി. ഓട്ടോമാറ്റഡ് മോഡിലിട്ട് നിങ്ങൾ തനിയെ പോവും. നിങ്ങൾ പ്രവർത്തിക്കണ്ട. നിങ്ങളുടെ കർമ്മങ്ങൾ ഇവിടെ കരിഞ്ഞ് കത്തി ഇല്ലാതാകും. നിങ്ങൾ പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് പൂർണ്ണമായി ബോധ്യപ്പെടും. ഞാനിത് ചുമ്മാ പറയണതല്ല, സംസാരം കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട. നിങ്ങൾക്ക് സ്വയം ബോധ്യപ്പെടും. വേരിഫൈ നിങ്ങൾ വെരിഫൈ ചെയ്യ്. നിങ്ങൾ കൃത്യമായി 41 ദിവസം ഇരുന്ന് നോക്ക്. എല്ലാ കർമ്മങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ട് ഇവിടെ വച്ചിട്ടൊന്ന് ഇരുന്ന് നോക്ക്. അത് കൈകൊണ്ട് വയ്ക്കുമല്ല, നിങ്ങളൊരു സീറ്റിൽ ഇരുന്ന് നോക്ക്. അത് അലിഞ്ഞില്ലാതാകുന്നത് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യ്. ഒരു പരീക്ഷണം ജീവിതത്തിൽ എന്തെല്ലാം പരീക്ഷണങ്ങൾ നിങ്ങൾ നടത്തി. ഒരു 41 ഡേയ്സ് എൻ്റെ കൂടെ ഒന്ന് പരീക്ഷിക്കുക. നിങ്ങൾക്ക് 1000 ദിവസം നിങ്ങൾക്ക് സംസാരിക്കാം. 1000 ദിവസം സംസാരിക്കാനുള്ള വിഷയം ഇന്ന് ലോകത്തുണ്ട്. ഏതെങ്കിലും ഒരു യൂട്യൂബ് ചാനലോ അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് വച്ചിട്ട് നിങ്ങൾ അങ്ങ് സംസാരിച്ചാൽ മതി. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പുസ്തകം എടുത്ത് വെച്ചിട്ട് അങ്ങ് സംസാരിച്ചാൽ മതി. 1000 ദിവസം സംസാരിക്കാം. ഒരു 41 ദിവസം നിങ്ങൾ ഒരു 20 മിനിറ്റ് നിശബ്ദതയിലൊന്ന് ഇരുന്ന് നോക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന്. ആ ബിഗ് ബാങ്കിന് മുമ്പുള്ള നിശബ്ദതയില് നിങ്ങൾ ഇപ്പോഴും ആ ബിഗ് ബാങ്കിന്റെ ആ ഒച്ചയുടെ പുറകെയാണുള്ളത്. എല്ലാം ശരിയാവും. ക്ഷമ വേണം. നിങ്ങളുടെ അവബോധത്തില് നിങ്ങളുടെ കർമ്മങ്ങൾ ലയിച്ച് 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 തീരുമ്പോൾ നിങ്ങളുടെ കൺമുന്നിൽ വന്നത് എന്താണ് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. അതാരും പറഞ്ഞു തരണ്ട. അതാരാണെങ്കിലും ഇത് ഇന്നയാളാണ്, ഇത് ഇന്നയാളാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യം വരും. നിങ്ങളുടെ കർമ്മങ്ങൾ ലയിച്ച് ഇല്ലാതാകുമ്പോൾ അത് ഇന്നതാണ്, ഇത് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യം വരും. ഇത് ഇന്നയാളാണ് എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാവും. ആരും പറഞ്ഞു തരണ്ട നിങ്ങൾക്ക്. തീർച്ചയായും ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് നിങ്ങൾക്ക് ബോധ്യമാകും. പക്ഷെ നിങ്ങൾ ആ ഒറിജിനൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ? ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെയാണ് നിങ്ങൾക്ക് മനസ്സിലാവുക? ഒരു 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 സംഭവം വന്നു, അതിനെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യാതെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവും ഒറിജിനൽ ആണോ ഫേക്ക് ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ കോപ്പി ആണോ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ടെസ്റ്റ് ചെയ്യണം, ടേസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ പ്രതിപ്രവർത്തനം നിങ്ങളുടെ ഐഡന്റിറ്റി ക്രിയേഷനും നിങ്ങളുടെ ഇമോഷൻ ക്രിയേഷനും അല്ലാതെ നിരീക്ഷണമാകുമ്പോൾ കർമ്മത്തിന്റെ ഇന്ധനം നഷ്ടപ്പെടും. യു ക്യാൻ ഫീൽ ഫ്രീ. നിങ്ങൾക്ക് ഫ്രീ, അതായത് നിങ്ങളുടെ ബോഡിയിലുള്ള ഭാരം ഉണ്ടല്ലോ, ചുമലിലെ ഭാരം ഇല്ലാതാകും. ഭാരം ഉണ്ടാവില്ല അവിടെ. ഇത്രയും നാളെ നിങ്ങൾ ചുമന്നിരുന്ന ചുമലിലെ ഭാരം, നെഞ്ചിനകത്തെ ആ ആ ആ ആ ആ ഒരു ഭാരം അത് നഷ്ടപ്പെടും നിങ്ങൾക്ക്. നിങ്ങൾ ഫ്രീ ബേർഡായിട്ട് മാറും. ഫ്രീ ബേർഡ്. അതിന് നിങ്ങൾക്ക് ക്ഷമ വേണം. ക്ഷമയോടെ കാത്തിരിക്കണം. 41 ദിവസം എന്ന് പറഞ്ഞാൽ 41 ദിവസം. ആ 41 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ബോധ്യം ഉണ്ടാകും. നിങ്ങൾ ഇരുന്ന് നോക്ക്. ഉള്ളിൽ ഒരു ചെറിയ ഇൻറ്റ്യൂഷനെങ്കിലും വരും.
266 ദിവസമായി നമ്മൾ തുടങ്ങിയിട്ട്, ഇന്ന് 267 ദിവസം. ഒരു ദിവസം ഇത് നിർത്തിയിട്ടില്ല. അതൊരു വലിയ സംഭവമായിട്ട് പറഞ്ഞൊന്നുമല്ല. ജസ്റ്റ് പ്രൂവ്, ജസ്റ്റ് പ്രൂവ് യുവർ സെൽഫ്. നീ ആരാണ് കാണട്ടെ. പ്രൂവ് ഇറ്റ്. എങ്ങനെ? നിന്നിലേട്ട് തന്നെ, മറ്റുള്ളവരെ നോക്കിയിട്ടല്ല, നിന്നിലേട്ട് തന്നെ നോക്കിയിട്ട് നീ പ്രൂവ് ചെയ്യുക. ജസ്റ്റ് നിന്റെ ദേഷ്യം, പക, അതൊക്കെ നിന്നിലേട്ട് തന്നെ പ്രയോഗിച്ചിട്ട് നീ ഒന്ന് ഡെവലപ്പ് ചെയ്യുക. യു ക്യാൻ ഫീൽ ദ ഡിഫറൻസ്. നിങ്ങൾക്ക് വ്യത്യാസം അനുഭവിക്കാൻ കഴിയും. നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. മറ്റുള്ളവരോട് ദേഷ്യപ്പെടാതെ, കോപപ്പെടാതെ, മറ്റുള്ളവരോട് അസൂയപ്പെടാതെ, നിന്നോട് തന്നെ. വാശി നിങ്ങളോട് തന്നെ, ദേഷ്യം നിങ്ങളോട് തന്നെ. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിൽക്കുന്നു ഇപ്പോഴും? ഞാൻ എന്തിന് ഈ സ്റ്റേജിൽ നിൽക്കുന്നു? ഞാൻ എന്തുകൊണ്ട് ഇത് അനുഭവിക്കുന്നു? അവിടെയാണ് നിങ്ങളുടെ പ്രതിപ്രവർത്തനം നിരീക്ഷകനായി മാറേണ്ടത്, നിരീക്ഷണമായി മാറേണ്ടത്. നിരീക്ഷണം. അവിടെ നിങ്ങളുടെ കർമ്മത്തിന്റെ ഇന്ധനം നഷ്ടപ്പെടും. നിങ്ങളെ പിടിച്ചു വലിക്കാനുള്ള ഇന്ധനം നഷ്ടപ്പെട്ടു പോവും. സാഹചര്യം വീണ്ടും ഉണ്ടാവും, അതേ സാഹചര്യം ഉണ്ടാവും. പക്ഷെ നിങ്ങൾ വ്യത്യസ്തമായി പ്രതികരിക്കാൻ തുടങ്ങും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്? ഇപ്പൊ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഓരോ സാഹചര്യത്തിൽ നിങ്ങൾ പഴയ പോലെയാണോ പ്രതികരിക്കുന്നത്? നിങ്ങൾ തന്നെ സ്വയം ഒന്ന് നിങ്ങളെ വിലയിരുത്തി നോക്കി. ഇത് ഞാൻ പറഞ്ഞതാണോ? നിങ്ങൾ അനുഭവിച്ച സത്യമാണ് മനുഷ്യന്മാരെ. നിങ്ങൾ ചിന്തിച്ചു നോക്കി. സാഹചര്യം പഴയ പോലെ തന്നെ, കരയേണ്ട സാഹചര്യം, വിഷമിക്കേണ്ട സാഹചര്യം, ദേഷ്യം വരേണ്ട സാഹചര്യം, ആകെ സങ്കടപ്പെട്ട് കുത്തിയിരിക്കേണ്ട എത്ര സാഹചര്യം ഇപ്പൊ ഈ കഴിഞ്ഞ നാള് ഈ നമ്മുടെ ഈ പ്രോഗ്രാമിൽ വന്നതിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങൾ വ്യത്യസ്തമായിട്ടാണ് പ്രതികരിക്കുന്നത്. ആ വ്യത്യാസമാണ് സ്വാതന്ത്ര്യം. ആ വ്യത്യാസമാണ് ഫ്രീഡം. അതാണ് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്കും അനുഭവിക്കാൻ പറ്റുമെന്നാ പറഞ്ഞത്. എല്ലാവർക്കും പറ്റും. ഇതെങ്ങനെ തിരിച്ചറിയാന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾക്ക് എളുപ്പം ഉണ്ടാവും. ഈ കർമ്മം അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിധി, ഇവിടെ ഒടുക്കത്തെ ഒരു വിധി. എനിക്ക് എന്റെ വായിൽ ചീത്ത വന്നത്. ഞാൻ നല്ല മനുഷ്യനായതുകൊണ്ട് ചീത്ത പറയാനുള്ള, അപ്പൊ കുറച്ച് നല്ല മനുഷ്യനായേക്കുക. നല്ല മനുഷ്യനെ, നല്ല ഊതിക്കാച്ചിയ പൊന്നായിട്ടുള്ള മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഓഹ്, നല്ല മനുഷ്യൻ. ഉം. ഇത്രയും മോശം മനുഷ്യൻ വേറെ ഇല്ല. ഞാൻ എന്നെ കുറിച്ചാട്ടോ പറഞ്ഞത്, നാട്ടുകാരെ കുറിച്ചല്ല. ഇപ്പൊ നല്ല മനുഷ്യനായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. കർമ്മം അവസാനിച്ചു എന്ന് എങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കാം? നിങ്ങളുടെ വൈകാരികമായ ചാർജ് കുറയും. പെട്ടെന്ന് പൊട്ടിത്തെറിക്കാൻ പറ്റൂല. എന്തോ ഒരു സാധനം നിങ്ങൾ തടഞ്ഞു നിർത്തും. ഒന്നുകൂടി ആലോചിപ്പിക്കും. പെട്ടെന്ന് നിങ്ങൾക്ക് കരയാൻ പറ്റില്ല. പെട്ടെന്ന് പൊടേന്ന് കരയാൻ പറ്റൂല. കാരണം നിങ്ങൾ ഒന്ന് ആലോചിക്കും. എന്തോരം ഡെൻസിറ്റി കരയണം, വേണോ ഇത്രയും കരയണോ? ഇനി കരഞ്ഞില്ലെങ്കിൽ കുഴപ്പമില്ല, വിഷമം ഉള്ളിലുണ്ടല്ലോ. കരഞ്ഞിനി ആൾക്കാരെ കാണിക്കണമെന്ന് നിർബന്ധമില്ല. ശ്രദ്ധിച്ചോട്ടോ, ഇനി മാറാൻ പോകുന്ന നിങ്ങളുടെ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങളും സങ്കടനങ്ങളും ആ വിഷമങ്ങളും, അതിന്റെ ആവർത്തനത്തിന്റെ തീവ്രത നഷ്ടപ്പെടാൻ തുടങ്ങും. ശരിക്കും ശ്രദ്ധിച്ചോ. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള, ഞാനിത് 250 ദിവസത്തിന് ശേഷമാണ് ഞാൻ ഈ ഇതിലേട്ട് ഇത്രയും ഡീപ്പായിട്ട് നിങ്ങളോട് പറയണത്. നിങ്ങൾ ശ്രദ്ധിച്ചോ. നിങ്ങളുടെ വിഷമങ്ങളുടെയും സങ്കടങ്ങളുടെയും ആ ബുദ്ധിമുട്ടുകളുടെയും ആ കടങ്ങളുടെയും ആ തീവ്രത, ആവർത്തനത്തിന്റെ തീവ്രത നഷ്ടപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ട് നിങ്ങളെ പൊട്ടിത്തെറിപ്പിച്ചുകൊണ്ടിരുന്ന ട്രിഗറുകളുണ്ട്. ട്രിഗർ, നമ്മൾ NLP ട്രിഗർ എന്ന് പറയൂലേ, ആ ട്രിഗർ എല്ലാം ദുർബലമായി. ഇനി നിങ്ങൾ ബലം പിടിച്ച് അതിനെ ട്രിഗറിനെ ദുർബലമാക്കേണ്ട കാര്യമില്ല. കൂൾ, 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 ഇൻഹെയിൽ, എക്സെയിൽ എന്നൊന്നും പറഞ്ഞ് നിങ്ങൾ ഇനി ആ പഴയ
പഴയ ജിമ്മിൽ പോകണ്ട. ഇത് അഡ്വാൻസ് ജിമ്മാ. പഴയ ട്രിഗർ, ആ പെട്ടെന്നുള്ള ട്രിഗർ ഉണ്ടല്ലോ, വലിച്ചു പൊടിച്ചിട്ട് ചാടി ഇറങ്ങി ബഹളം ഉണ്ടാക്കുന്ന, ചാടി പ്രശ്നം ഉണ്ടാക്കുന്ന, വീട്ടിൽ കലാപം ഉണ്ടാക്കുന്ന ആ ട്രിഗർ പോയി. അത് ദുർബലമായി. പണ്ട് നിങ്ങൾക്ക് ഭയങ്കര നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പാണുള്ളത്. പണ്ട് നിങ്ങൾക്ക് വലിയ നിർബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണ്. ആരെന്ത് പറഞ്ഞാലും ശരി, ഞാൻ എൻ്റെ തെരഞ്ഞെടുപ്പ് നടത്തും. ഉം. നിർബന്ധമൊക്കെ പോയി. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് നിർത്താൻ തുടങ്ങി. എന്തുകൊണ്ടാണ് എനിക്കിത് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ നിർത്താൻ തുടങ്ങി. നിങ്ങൾ ഇപ്പോൾ ചോദിക്കുകയാണ്, ആ, ഇതിപ്പോൾ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ആ, പുതിയൊരാൾ വന്നിട്ടുണ്ടല്ലോ, ഇതിപ്പോൾ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ആ, ദേ, എടാ, പുതിയൊരു സംഭവം വന്നേണു. ആ, ഇതിപ്പോ എന്നെ എന്താണ് പഠിപ്പിക്കുന്നത്? ഇതാണ് ചേഞ്ച്. ഇതാണ് ചേഞ്ച്. നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് നിങ്ങൾ കോപം വരാൻ പാടില്ല. ആ കോപം നിങ്ങളിലേട്ട്, നിങ്ങൾക്ക് അത്ര ശക്തി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേട്ട് ആ കോപം ഒന്ന് തിരിച്ചു വിടുക നിങ്ങൾ. എടാ പൊട്ട, ഇത്രയും പ്രായമായില്ലേ, എന്നിട്ടും എന്തുകൊണ്ടാണ് നീ ചിന്തിക്കാത്തത് എന്ന് നിന്നോട് തന്നെ ചോദിക്കുക. അല്ല, കെട്ടിയോരുടെ അടുത്തല്ല അത് തീർക്കേണ്ടത്. ഉം. അല്ലെങ്കിൽ കെട്ടിയോന്റെ അടുത്തല്ല അത് തീർക്കേണ്ടത്. ഈ മാറ്റം ആജീവാനന്ദ ആവർത്തനത്തിന്റെ അന്ത്യം കുറിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ കഷ്ടപ്പാട് വേണ്ടി വരില്ല. ഈ മാറ്റം നിങ്ങൾ പൂർണ്ണമായും ഈ വഴിയിൽ പിടിച്ചു നിൽക്കുന്നിടത്തോളം കാലം, അത് പിടിച്ചു നിന്ന് നിങ്ങൾ അച്ചീവ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് നരകത്തിൽ പോകേണ്ടി വരില്ല, അല്ലെങ്കിൽ ഭൂമിയിലെ പാതാളത്തിൽ പിറക്കേണ്ടി വരില്ല. അടുത്തൊരു ജന്മം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ സുന്ദരമായി സന്തോഷമായി ജനിക്കും. അത് സ്വർഗത്തിലാണെങ്കിലും ശരി, ഭൂമിയിലാണെങ്കിലും ശരി. ഇത്രേ ഉള്ളൂ. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഒരു ലൂപ്പിൽ നിന്നും പുറത്ത് കടക്കുക. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആവർത്തിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിത രീതി, അതുമായി ബന്ധപ്പെട്ട ഒരു വികാരം അത് നിങ്ങൾക്കുണ്ടായിരുന്നു. അത് നിങ്ങൾ കഥയില്ലാതെ, കുറ്റപ്പെടുത്താതെ നിങ്ങളത് ഫീൽ ചെയ്യുക. നിങ്ങൾ അതിനെ കാണുക, നിരീക്ഷിക്കുക. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ ആരാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളെ തന്നെ നിങ്ങളൊന്ന് കാണുക. നിങ്ങളുടെ ദേഷ്യവും കോപവും ഒക്കെ, നിങ്ങൾ അതിനോട്, അത്ര ശക്തിയുണ്ട് നിങ്ങൾക്ക്. കോപമുള്ളവന് വലിയൊരു പവറുണ്ട്. അത് സമൂഹത്തിന്റെ മേലല്ല, നിന്റെ മേല്. നീ എന്തായി? നീ എത്രത്തോളം അറിഞ്ഞു? ആ അവബോധം അതിന്റെ ചങ്ങല മുറിച്ചു കളയും. നിങ്ങൾ ആ പിടിച്ചു കെട്ടിയിരിക്കുന്നതിന്റെ ചങ്ങല മുറിച്ചു കളയും. നമ്മൾ എന്തായാലും കാണും, അത് ഉറപ്പാണ്. ബാക്കിയുള്ളവരൊന്നും കാണുമെന്ന് എനിക്കറിയില്ല. നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്, ഇനിയും കാണും. നമ്മൾ മുമ്പും കണ്ടിട്ടുണ്ട്. ഇവിടെ എന്നെ വിമർശിക്കാൻ വന്നിരിക്കുന്നവരാണ് ശരി, അനുകൂലിച്ചു വന്നിരിക്കുന്നതാണ് ശരി, മധ്യവർത്തികളാണെങ്കിലും ശരി, നമ്മൾ കണ്ടിട്ടുണ്ടേ. നമ്മൾ ഇനിയും കാണും. അങ്ങനെയൊന്നും പോകാൻ പറ്റൂല. അങ്ങനെയൊന്നും പോകാൻ പറ്റണ ചുരുളി അല്ല ഇത്. വേറെ പേരില്, വേറെ ഭാവത്തില്, വേറെ രീതിയില്. ഇനി നിങ്ങൾ ബന്ധപ്പെടുന്ന എല്ലാവരും നിങ്ങൾ അങ്ങനെ കാണുക.
നിങ്ങളുടെ മക്കളെ നിങ്ങൾ അങ്ങനെ കാണ്. അപ്പൊ അത്ഭുതങ്ങൾ സംഭവിക്കും നിങ്ങളുടെ കുടുംബത്തിൽ. നിങ്ങളുടെ മക്കളെയും നിങ്ങളുടെ ഭാര്യയെയും നിങ്ങളുടെ ഭർത്താവിനെയും എല്ലാരെയും നിങ്ങൾ അങ്ങനെ കാണ്. എന്തുകൊണ്ട്? അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും. ജസ്റ്റ് ഫീൽ ഇറ്റ്. എത്രയോ കാലമായി എന്തോ കാരണങ്ങൾ കൊണ്ട് എൻ്റെ കൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? തിരിച്ചറിയ്. വിധിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങ. വിധിയിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക് നിങ്ങൾ നടന്നു നീങ്ങുക. കർമ്മം ഒരിക്കലും നിങ്ങളുടെ ശത്രുവല്ല, അത് നിങ്ങളുടെ ഗുരുവാണ്. അതാണ് ഗുരു. അല്ല, നീ നിന്റെ ഗുരുവാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്താണ് നിങ്ങളെ പറയണം? നിന്റെ ഗുരു നീയാണ് എന്ന് ചുമ്മാ ചിലച്ചിട്ട് കാര്യമില്ലടോ. അത് എങ്ങനെയാണ് എന്ന് കൂടി പറയണം. അതൊക്കെ എല്ലാവർക്കും പറയാൻ പറ്റും. കോപാണ് എല്ലാത്തിന്റെയും കാരണം, ദേഷ്യാണ് എല്ലാത്തിന്റെയും കാരണം. അത് എവിടെ യൂസ് ചെയ്യണം? നീ നിന്റെ ഗുരുവാണെന്നൊക്കെ നിനക്ക് പറയാം. അതെന്താണ്? അത് നിങ്ങളുടെ ഗുരു എന്ന് പറയുന്നത് നിങ്ങളുടെ കർമ്മമാണ്. നിങ്ങൾ ആ കർമ്മത്തിനെതിരെ പോരാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മുറുകിക്കൊണ്ടിരിക്കും. കർമ്മത്തിനെതിരെ നിങ്ങൾ പോരാടുന്നുണ്ടാവും, നിങ്ങൾ പശ്ചാത്താപം ചെയ്യുന്നുണ്ടാവും, നിങ്ങൾ ഡെയിലി കുമ്പസരിക്കുന്നുണ്ടാവും, നിങ്ങൾ ഡെയിലി ദൈവത്തോട് ദൈവമേ പുറത്തു തന്നെ, പുറത്തു തന്നെ, പുറത്തു തന്നെ എന്ന് മലയാളത്തിലും ഇംഗ്ലീഷിലും അറബിയിലും നിങ്ങൾ പറയുന്നുണ്ടാവും. പ്ലീസ് ഫോർ ഗീവ് മീ, ഫോർ ഗീവ് മീ, ഫോർ ഗീവ് മീ എന്നൊക്കെ പറയുന്നുണ്ടാവും. അറബിയിൽ അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ, അസ്തഗ്ഫിറുല്ലാ എന്ന് വിളിച്ച് കൂവുണ്ടാവും. ഒരു കാര്യമില്ല. അത് നിങ്ങൾ കർമ്മത്തിനെതിരെ പോരാടുന്നതാണ്. കർമ്മം നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് നിങ്ങളുടെ മുമ്പിൽ ബോ ചെയ്യും, കുമ്പിടും. നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ മാത്രം. അവബോധം, നിങ്ങൾ ആ ആവർത്തനത്തിൽ തന്നെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ അതൊരു വൃത്താകൃതിയിലാ നിൽക്കുള്ളൂ. വൃത്താകൃതിയിൽ അത് ആരോഹണം ചെയ്യാൻ തുടങ്ങണം. ലൈനില്, ഋജുവായ പാതയില് ആരോഹണം ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് മോചനം സാധ്യമാകുന്നത്. അത് ഭാവിയിലെ ഏതെങ്കിലും ജന്മത്തിലോ അല്ലെങ്കിൽ മരിച്ചതിന് ശേഷമൊന്നുമല്ല. ഇവിടെ, ഇപ്പോൾ, ഇവിടെ, ഇപ്പോൾ. നിങ്ങൾ ഒരു വായും കൊണ്ട് ഒരു കാര്യം ചെയ്തിട്ട് ഒരു കാര്യമില്ല. ഇവിടെ, ഇപ്പോൾ നീ മാറുന്നുണ്ടോ? നിന്റെ രക്ഷിതാവിനെ നിന്റെ ഉള്ളിലേക്ക് നീ കൊണ്ടുവരുന്നുണ്ടോ? നിന്റെ വഴികാട്ടിയെ നീ ഉള്ളിലേക്ക് കൊണ്ടുവരുന്നുണ്ടോ? നിന്റെ ഉള്ളിലുണ്ടോ ഇത് രണ്ടും? ഇത് രണ്ടും നിന്റെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ്, അല്ലാതെ വേറെ എവിടെയെങ്കിലും പോയി ഉണ്ടായിക്കൊണ്ട് വരേണ്ടതല്ല. നിന്റെ ഉള്ളിലുണ്ടാകുക. ആ മോചനം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഏതെങ്കിലും ഒരു ജന്മത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ മരണപ്പെട്ട് കുഴി പോയി കിടന്നതിന് ശേഷം ഉണ്ടാക്കേണ്ടതല്ല. ഇവിടെ, ഇപ്പോൾ ഉണ്ടാക്കേണ്ടതാണ്. അതൊരു ബോധമാണ്. നിരീശ്വരവാദത്തിനും മതവാദത്തിനും എല്ലാം അപ്പുറത്തുള്ള ഒരു ബോധം, ടെക്നോളജി, അനാർട്ട്, ഒരു കല. ആ കലയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. അതാണ് എല്ലാവരും പറഞ്ഞു തന്ന ഒരു കല. അത് നല്ലൊരു ആർട്ട് ഫോമാണത്. നന്നായി കളിച്ചാൽ നല്ല രസമുള്ള ഒരു ആർട്ട് ഫോം. നിങ്ങൾ നിങ്ങളുടെ ഈശ്വരനെ അറിയുക, ആ ബ്രഹ്മത്തെ അറിയുക നിങ്ങൾ. അതാണ് നമ്മുടെ പുരാതന വേദങ്ങളും നമ്മുടെ ഉപനിഷത്തുകളും ഈ വിശുദ്ധ ഖുർആനും ഈ ബൈബിളും ഒക്കെ പറഞ്ഞത് അതാണ്. ഒക്കെ പറഞ്ഞത് അതാണ്. നിങ്ങൾ ഹൃദയം കൊണ്ട് അതിനെ വായിക്കുക. ആത്മീയ ലെവലിൽ വായിക്കുക, ശരീരം കൊണ്ട് വായിക്കരുത്.
നിങ്ങൾ ബൈബിൾ വായിക്കുകയാണെങ്കിലും, നിങ്ങൾ ഗീത വായിക്കുകയാണെങ്കിലും, നിങ്ങൾ ഖുറാൻ വായിക്കുകയാണെങ്കിലും, നിങ്ങൾ ഒരിക്കലും ശരീരം ഉപയോഗിച്ച് ശരീരത്തിന് വേണ്ടി വായിക്കരുത്. അല്ലാതെ നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ അതിൽ വലിയ നിധികളുണ്ട് ഇതിനകത്തെല്ലാം. ഗീ ഭഗവത്ഗീതയിലെല്ലാം അത് എങ്ങനെയാണ് ഭഗവത്ഗീതയെ വിമർശിക്കുന്നത്? ഭഗവത്ഗീതയെ വിമർശിക്കുന്നത് ശാരീരികപരമായി മനുഷ്യൻ അതിനെ വ്യാഖ്യാനം നടത്തുമ്പോഴാണ്. വിശുദ്ധ ഖുർആനെ എങ്ങനെയാണ് വിമർശിക്കുന്നത്? ഈ ഖുർആനെ ശാരീരികപരമായി വ്യാഖ്യാനം നടത്തുമ്പോഴാണ്, ശരീരത്തെ വെച്ചിട്ടാണ് വ്യാഖ്യാനം ചെയ്യണത്. ബൈബിളിനെ വിമർശിക്കുന്നത് എങ്ങനെയാണ്? ശരീരത്തെ വെച്ചിട്ടാണ്. ഈ മൂന്ന് ഗ്രന്ഥങ്ങളും ശരീരത്തിന് വേണ്ടി ഉണ്ടാക്കിയതല്ല, സ്പിരിച്വൽ ലെവലിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. കംപ്ലീറ്റ്ലി സ്പിരിച്വലായി നിങ്ങൾ അതിനെ ഒന്ന് പാരായണം ചെയ്ത് നോക്കി, നിങ്ങളുടെ മുമ്പിലുള്ള ലോകം തന്നെ മാറും. നിങ്ങൾക്ക് മനസ്സിലാവും അത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും ഉണ്ടാക്കിയതല്ല, ഈ ലോകത്തെ എല്ലാവർക്കും ഉണ്ടാക്കിയതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സകല നിരീശ്വരവാദികളും സകല യുക്തിവാദികളും അത് പരിഹസിക്കുന്നത് അതിനെ ശരീരം കൊണ്ട് ചേർത്ത് വായിച്ചിട്ടാണ്. കാരണം അവരുടെ മുമ്പിൽ അതേ ഉള്ളൂ, ശരീരം മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ ഈ ചെയ്യുന്ന ആചാരാനുഷ്ഠാനങ്ങളും കർമ്മങ്ങളും അല്ല കാര്യം. ഞാനത് വേണ്ടാന്നൊന്നും പറയുന്നില്ല. ഓരോ ലെവലിൽ നിൽക്കുന്നവർക്ക് അതെല്ലാം ആവശ്യമാണ്, ചില കാര്യങ്ങൾ ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു ഒരു മത ആചാരങ്ങളെയും ഒരു മത അനുഷ്ഠാനങ്ങളെയും പൂർണ്ണമായിട്ട് നമ്മൾ തള്ളി പറയാത്തത്. കാരണം ആ ലെവലിൽ നിൽക്കുന്നവർക്ക് ചില കാര്യങ്ങൾ ആവശ്യമാണ്. നിങ്ങൾ ഒരു ലെവൽ മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു ശക്തി മതിയായതാണ്. പിന്നെ ഒരു തേർഡ് പാർട്ടി സപ്പോർട്ടും ഒരു സപ്പോർട്ടും ആവശ്യമില്ല. ഒരൊറ്റ ഒരൊറ്റ വിളി, ഉത്തമമായ ബോധ്യം ഉണ്ടാവും നിങ്ങൾക്ക്. ആവശ്യമുള്ളതാണെങ്കിൽ അത് നടന്നിരിക്കുമെന്ന്. അതാണ് പൂർണ്ണമായ വിട്ടുകൊടുക്കൽ, പൂർണ്ണമായ സമർപ്പണം, പൂർണ്ണമായ സമർപ്പണം. പൂർണ്ണമായ സമർപ്പണം. അർജുനൻ എങ്ങനെ ശ്രീകൃഷ്ണനെ സമർപ്പിച്ചോ, ഉം? മത്തായിയും പൗലോസും തോമസും ഒക്കെ എങ്ങനെ യേശുവിനെ സമർപ്പിച്ചോ, അബൂബക്കറും ഉമറും ഉസ്മാനും അലിയും ഒക്കെ എങ്ങനെയാണ് സമർപ്പിച്ചത്? എല്ലാവരും. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സമർപ്പണത്തെക്കുറിച്ച് ഗീതയിൽ പറയുന്നുണ്ട്. എങ്ങനെ സമർപ്പിക്കണം? എല്ലാം വിട്ട് സമർപ്പിക്കണം. അതുപോലെ തന്നെ യേശു ബൈബിളിൽ പറയുന്നുണ്ട് വളരെ കൃത്യമായി, പൂർണ്ണമായും നിന്റെ വയലേലകളെയും നിന്റെ കൃഷിയെയും നിന്റെ കാളകളെയും വിട്ട് നീ എങ്ങനെ സമർപ്പിക്കണം. വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, നിങ്ങളുടെ കച്ചവട സ്ഥാപനങ്ങൾ, നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെടുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മക്കള്, എല്ലാത്തിനെയും വിട്ട് നിങ്ങൾ എങ്ങനെ, ഏ മാതാപിതാക്കള്, മക്കള്, എല്ലാം എണ്ണി 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 പറഞ്ഞിട്ട് പറയുന്നുണ്ട്. നിങ്ങളെല്ലാം വിട്ട്, എല്ലാത്തിനെയും വിട്ട് നിങ്ങൾ എങ്ങനെ സമർപ്പിക്കണം. ആ ഒരൊറ്റ വാചകത്തിലാണ് നമ്മുടെ കളി മൊത്തം. ഈ ഗ്രന്ഥങ്ങളിലെല്ലാം വന്ന ഒരു വാചകം ഉണ്ടല്ലോ, ആ ഒരു വാചകത്തിന്റെ രഹസ്യം തേടിയാണ് നമ്മൾ പോയത്. എല്ലാം വിട്ടാൽ എല്ലാം തരാന്ന് പറഞ്ഞില്ലേ, അതെന്നാണ്? തരാന്ന് ചുമ്മാ പറയൂലല്ലോ എല്ലാത്തിലും. അപ്പൊ എല്ലാം വിടണം എന്നൊരു കണ്ടീഷൻ ഇല്ലേ? അതുകൊണ്ടാണ് എല്ലാം വിട്ടോ, എല്ലാം വിട്ടോ. അതിനകത്ത് എണ്ണി പറഞ്ഞിട്ടുണ്ട് എല്ലാം വിട്ടോന്ന്. എല്ലാം വിട്ടോന്ന് പറഞ്ഞിട്ടുണ്ട്. എല്ലാം, എല്ലാം എന്ന് പറഞ്ഞാൽ എല്ലാമാണ്. നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന സകല സാധനം മനുഷ്യന്മാരെ എഴുതിയുണ്ടാക്കിയതാണ്. ആ എഴുതിയുണ്ടാക്കിയതെല്ലാം വിടണം. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അത് എത്രത്തോളം വിടാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് അടുക്കാൻ പറ്റും. അത് ഓരോരുത്തരുടെ റേഞ്ചിനനുസരിച്ചാണ്. പതിയെ 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 ആ റേഞ്ച് കൂടി കൂടി വരും. തന്നെ മനസ്സിലാവും. തന്നെ മനസ്സിലാവും, തന്നെ തെളിഞ്ഞു വരും. തന്നെ തെളിയുന്നൊരു പൂവാണിത്. തന്നെ വിടരുന്നൊരു പൂവാണിത്. ആ പൂ വിടർന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സുഗന്ധം കിട്ടും, ചുറ്റും സമാധാനമായിരിക്കും. സമാധാനം നഷ്ടപ്പെടുന്നത് ആർക്കാണ്?
ഈ സത്യത്തെ ഭയക്കുന്നവർക്കാണ്. അവർക്ക് സമാധാനം നഷ്ടപ്പെടും. അവരിതെന്താണ് എന്ന് കേൾക്കാൻ പോലും തയ്യാറാകില്ല. അവർ പലതിലേട്ടും ഇതിനെ ചേർത്ത് വയ്ക്കും. ഓക്കെ.